അർജന്റീനയ്ക്ക് തോൽവി, നിലവിലെ ചാമ്പ്യന്മാർക്ക് പരാജയം നേരിടുകയാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ആവേശകരമായിട്ടുള്ള മത്സരം എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു പോരാട്ടം. സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു, സ്പാനിഷ് ഭരണമായിരുന്നു, സ്പാനിഷ് ആധിപത്യമായിരുന്നു. സ്പെയിനിന് മുന്നിൽ നിശബ്ദമായി പോയി അർജന്റീനയുടെ മുന്നേറ്റം. അർജന്റീനയുടെ മധ്യനിര പാരഡൈസ് ഇല്ലാതെ എത്തിയ അർജന്റീനയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും സ്പെയിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സ്പെയിൻ ആവട്ടെ വളരെ ക്ലിനിക്കലായി, പക്ഷേ അറ്റാക്കിംഗ് തേർഡിൽ ഗോൾ നേടുന്നതിലുള്ള ഒരു മടി മാത്രമാണ് സ്പെയിൻ ഈ മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയത് എന്ന് വേണം പറയാൻ. അക്ഷരാർത്ഥത്തിൽ സ്പെയിൻ അർഹിച്ച ജയമാണ്. രണ്ടാമത്തെ ലോകകപ്പ് ഫൈനൽ, ആ രണ്ടാമത്തെ ലോകകപ്പ് ഫൈനലിലും രണ്ടിലും ജയം. 2010 ആദ്യമായി സ്പെയിൻ ഫൈനൽ എത്തുന്നത്. 2026 വീണ്ടും ഫൈനൽ എത്തുന്നു, വീണ്ടും കിരീടം നേടുന്നു. സ്പാനിഷ് ടീമിന്റെ അതിഗംഭീര വിജയഗാഥയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു അസാധാരണമായിട്ടുള്ള ഫുട്ബോൾ പോരാട്ടം സ്പെയിൻ കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും മനോഹരമായിട്ടുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു സ്പെയിൻ. ഏതാണ്ട് 65% ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത സ്പെയിനാണ്. അർജന്റീന കാഴ്ചക്കാരായി നിന്നു പല ഘട്ടത്തിലും. ലയണൽ മെസ്സിയുടെ കാലുകളിൽ പന്തെത്തിയതും വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏതാണ്ടും ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ 5ാമത്തെ മിനിറ്റിലാണ് ആദ്യ സേവ്. ഒരുപക്ഷെ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സ്കോർ കാർഡ് ഇങ്ങനെയാകുമായിരുന്നില്ല. ഈ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമായിരുന്നില്ല. അർജന്റീനയ്ക്ക് വേണ്ടി ഈ മത്സരത്തിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയാതെ വയ്യ. പക്ഷേ ആ ഗോൾ അത് അനിവാര്യമായിരുന്നു. നിക്കോ വില്യംസിന്റെ ഒരു ബാക്ക് ഹെഡറിനെ വളരെ കൃത്യമായി തന്നെ ഫിനിഷ് ചെയ്യുന്നു അവിടെ ഫെറാൻ ടോറസ്. സബ്സ്റ്റിറ്റ്യൂട്ട് എത്തിയ താരമാണ് ഫെറാൻ ടോറസ്. അങ്ങനെ ഫെറാൻ ടോറസിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഫിനിഷിംഗിൽ സ്പെയിൻ ഈ ലോക കിരീടം ഉയർത്തുകയാണ്. അമേരിക്കയിൽ ലോക കിരീടം സ്വന്തമാക്കുന്നത് സ്പെയിനാണ്. അർജന്റീനയ്ക്ക് കാഴ്ചക്കാരായി നിൽക്കാം. കാരണം ഈ ടൂർണമെന്റിൽ അർജന്റീനയുടെ കംബാക്കുകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നെങ്കിൽ ഇവിടെ കംബാക്ക് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും ഒരു മികച്ച പ്രകടനം ഉണ്ടായിരുന്നില്ല. അർജന്റീനയുടെ കാലിൽ പന്ത് നിൽക്കാത്ത ദിവസമായിരുന്നു ന്യൂജേഴ്സിയിൽ എന്ന് വേണം എടുത്തു പറയാൻ. അത്രമാത്രം മോശം പ്രകടനത്തിന് വീണ്ടും ആലോചനകൾ നടത്തേണ്ടി വരും ഈ അർജന്റീന ടീം. ഒരുപക്ഷെ ഈ മത്സരത്തിൽ ലയണൽ മെസ്സി വിടവാങ്ങരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടമായി ഇത് മാറുന്നു. ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം തോക്കുകയാണ് സ്പെയിനോട്. സ്പെയിൻ ഈ ലോകകപ്പിന്റെ ചരിത്രത്തിൽ 2ാം തവണ കിരീടം ഉയർത്തുന്നു. 2010 ശേഷം ഇത് 2026 സ്പെയിന്റെ വിജയഗാഥ. സ്പെയിൻ വിജയിക്കുകയാണ് ആൽബി സെലസ്റ്റിയൽക്കെതിരെ. അജ്മൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജ്മൽ, 5ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ സേവ് മാർട്ടിനസ് നടത്തുന്നത് ലമിൻ യമാലിന്റെ ഷോട്ടാണ്. അതിനുശേഷം 38ാമത്തെ മിനിറ്റിൽ വീണ്ടും ഏതാണ്ട് 8-9 സേവുകളാണ് ഈ മത്സരത്തിൽ എമിലിയാനോ മാർട്ടിനസ് നടത്തിയത്. സ്പെയിൻ ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത സ്പെയിൻ, ഒരു തരത്തിലും അർജന്റീനയ്ക്ക് സാധ്യത കൊടുക്കാത്ത ഒരു സ്പാനിഷ് ടീമിനെയാണ് കണ്ടത്. ഇനി ഒരു 2 മഞ്ഞക്കാട് കണ്ട് എൻസോ ഫെർണാണ്ടസ് പോയി. ഈ സ്പെയിൻ ടീമിനെതിരെ അർജന്റീന 10 പേരെ ചുരുങ്ങിയതോടുകൂടി മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കപ്പെട്ടിരുന്നു. അത് ഏതാണ്ട് രണ്ടാം പകുതിയുടെ അവസാന സെക്കൻഡുകളിലാണ്, അവസാന മിനിറ്റുകളിലാണ്. ആ സമയത്ത് എൻസോ ഫെർണാണ്ടസ് പുറത്താവുന്നു. 2ാമത്തെ യെല്ലോ കാർഡ് കിട്ടി. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും അർജന്റീനയ്ക്ക് കരുത്ത് കാട്ടാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പോലും എന്നല്ല, ഈ മത്സരത്തിൽ അർജന്റീന നിറമങ്ങിപ്പോയി. നമ്മൾ കണ്ട അർജന്റീന ഇതല്ല, നമ്മൾ കരുതിയിരുന്ന അർജന്റീന ഇതല്ല, നമ്മൾ വിചാരിച്ച അർജന്റീന ഇതായിരുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം നിറമങ്ങിപ്പോയ ഒരു അർജന്റീന ടീമിനെയാണ് ലയണൽ മെസ്സിയാണ് ഈ ലോകകപ്പിന്റെ ഈ ഫൈനൽ ദിനത്തിൽ കാണാൻ കഴിഞ്ഞത്. വിശ്വ കിരീടത്തിന്റെ വേദിയാണ്, വിശ്വ പോരാട്ടത്തിന്റെ ദിവസമാണ്, മുഹൂർത്തമാണ്. പക്ഷേ ലോക വേദിയിൽ നിന്ന് വിടവാങ്ങാൻ ലയണൽ മെസ്സിക്ക് കിരീടമില്ലാതെ പോയി. അജ്മൽ, തീർച്ചയായിട്ടും നമ്മൾ ഈ മത്സരം ഒന്നും കൂടി വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്പെയിൻ ആധിപത്യമായിരുന്നു. ഒരിടത്ത് പോലും അർജന്റീനയ്ക്ക് ഒരു മുൻതൂക്കം നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. അറ്റാക്കിംഗ് ആവട്ടെ, ഡിഫൻസ് ആവട്ടെ, എല്ലായിടത്തും നമ്മൾ സ്റ്റാറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഫൗളുകളുടെ എണ്ണത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് ഒരു മുൻതൂക്കം കണ്ടത്. ഫൗളുകളുടെ എണ്ണത്തിലും കാർഡുകളുടെ എണ്ണത്തിലും മാത്രം. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസ്, ആ മനുഷ്യന്റെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്കോർ കാർഡ് ഇങ്ങനെ അവസാനിക്കത്തില്ലായിരുന്നു, ഒരു പക്ഷേ എക്സ്ട്രാ ടൈം പോലും പോകത്തില്ലായിരുന്നു. ഞാൻ അതിശോക്തി പറയുന്നില്ല. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 4 അല്ലെങ്കിൽ 5-0 വല്ല അർജന്റീന തോറ്റുപോയേനെ. ആ മനുഷ്യൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയതുകൊണ്ട് മാത്രമാണ്, ആ ഗോൾ വല കാത്തുകൊണ്ട് മാത്രമാണ് സ്പെയിന് അധികം ഗോളുകൾ അടിക്കാൻ പറ്റാതെ പോയത്. പക്ഷേ മറുവശത്ത് ഇവിടെ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ഗോൾ വല കാക്കുമ്പോൾ അതിന് മറുവശത്ത് അർജന്റീനിയൻ അറ്റാക്കേഴ്സിന് ഒരു ഗോൾ പോലും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു അറ്റംപ്റ്റ് പോലും കൊടുക്കാൻ പറ്റില്ല. 116ാമത്തെ മിനിറ്റിലാണ്, നിങ്ങൾ ആലോചിക്കണം, നിലവിലെ ചാമ്പ്യന്മാർ 116ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ അറ്റംപ്റ്റ് എടുക്കുന്നത്, അതും ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം.
ഇതുവരെ കണ്ട അർജന്റീന ആയിരുന്നില്ല നമ്മൾ ഈ മത്സരത്തിൽ കണ്ട. ഇതുവരെ കണ്ട 7ഓളം മത്സരങ്ങൾ ഏകപക്ഷീയമായ രീതിയിൽ വിജയിച്ചു വന്നു. എതിരാളിക്ക് ഒരു അവസരം പോലും കൊടുക്കാത്ത രീതിയിൽ ഗോളിൽ നിന്ന് പുറകെ നിന്ന നിമിഷം കംബാക്ക് അടിച്ച് വന്ന അർജന്റീന. പക്ഷെ ഈ ഒരു മത്സരത്തിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ബോൾ പൊസഷൻ ഇല്ല, അറ്റാക്കിംഗ് ഇല്ല, ഷോട്ട് ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് കുറച്ച് ഗോൾ സേവ്സ് മാത്രം. അതും ഒറ്റയാൾ, ഒരു മനുഷ്യനെ പോലെ. അദ്ദേഹം അവിടെ കാവൽ നിന്നില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം അവിടെ കാവൽ മാലാകെ പോലെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജന്റീന നാണം കണ്ട തോൽവിക്ക് ഒരു വഴിയൊരുക്കേണ്ടി വന്നേനെ. എക്സാക്ട്ലി, അജ്മൽ പറഞ്ഞോട് ചേർത്ത് വെക്കുന്നു. 11 തവണയാണ് എമിലിയാനോ മാർട്ടിനസ് സ്പെയിനിന്റെ ആക്രമണങ്ങളെ ചെറുത്തത്. അതായത് ഈ മത്സരത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്ന ആ ഗോൾ കീപ്പർ, കഴിഞ്ഞ ലോകകപ്പിലെ വിഖ്യാത ഗോൾ കീപ്പർ, ഈ ലോകകപ്പിൽ അത്ര ഫോമിലേക്ക് എത്താൻ കഴിയാതെ പോയ ഗോൾ കീപ്പർ ഈ മത്സരത്തിൽ ഫോമിലേക്ക് എത്തുന്നു. 11 തവണ ഒരു മത്സരത്തിൽ 11 സേവുകൾ വരുത്തുക. ഓർക്കുക, ആ ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അജ്മൽ സൂചിപ്പിച്ചതുപോലെ ഈ അർജന്റീന ടീമിന്റെ സ്കോർ കാർഡ് ഇങ്ങനെ ആവുമായിരുന്നില്ല. അർജന്റീന ആരാധകർക്ക് നിരാശയുണ്ടാകും, സ്വാഭാവികമാണ്. കാരണം അവരുടെ ടീം ഒരു തരത്തിലും മികവിനൊത്തോ അവരുടെ പ്രതീക്ഷയ്ക്കൊത്തോ കളിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷോട്ടുകളുടെ കാര്യത്തിലുമാണ് വലിയ വ്യത്യാസം നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. അർജന്റീന ഈ മത്സരത്തിൽ ആകെ ഉതിർത്ത ഷോട്ടുകൾ 2 എണ്ണമാണ്. അതായത് ഗോളിലേക്ക്, ഗോൾ അവസരത്തിനായി അർജന്റീന ഉതിർത്ത ഷോട്ടുകൾ 2 എണ്ണമാകുമ്പോൾ മറുവശത്ത് സ്പെയിൻ ഉതിർത്തത് 20 ഷോട്ടുകൾ ഉതിർത്തു എന്നുള്ളതാണ്. 20 ഷോട്ടുകൾ സ്പെയിൻ ഉതിർക്കുമ്പോൾ അർജന്റീന ഉതിർത്തത് 2-2 ഷോട്ടുകൾ മാത്രം. ഒരു തരത്തിലും അർജന്റീനയുടെ പ്രകടനത്തിൽ ന്യായീകരണമില്ല. പന്ത് കൃത്യമായി കൈകാര്യം ചെയ്തില്ല, മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നില്ല. ഡിഫൻസിൽ അർജന്റീന ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫൻസിൽ ഒരുപാട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അർജന്റീനയുടെ ഗോൾ കീപ്പർ, ഡിഫൻഡർമാർ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ സ്കോർ കാർഡ് ഇതിനും അപ്പുറം പോകുമായിരുന്നു. സ്പെയിൻ അർജന്റീന പോരാട്ടം അത് 106-ാമത്തെ മിനിറ്റിൽ, ആദ്യ പകുതിയിലും 2ാം പകുതിയിലും ഗോളില്ല, നിശ്ചിത സമയത്തും ഗോളില്ല. നിശ്ചിത സമയത്തിന് ശേഷം എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ ഗോൾ വന്നില്ല. അതിനുശേഷം എക്സ്ട്രാ ടൈമിന് 2ാം പകുതിയിൽ ആദ്യ മിനിറ്റിലാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. നിക്കോ വില്യംസ് മനോഹരമായ ഒരു പന്ത് ബാക്കിലേക്ക് ഹെഡ് ചെയ്ത് നൽകുകയാണ്. ഒരു ഹെഡർ പാസ് ആണ്